വെൽക്കം ബാക്ക്. നമ്മൾ യൂഷ്വലി ചെയ്യാറുള്ള പോലെ ഏതൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നമ്മൾ അതിന്റെ സിലബസ് ഡിസ്കസ് ചെയ്യും. സോ ഇന്ന് ഈ വീഡിയോ ആക്ച്വലി ആ ഒരു സിലബസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ലെറ്റ്സ് ബിഗിൻ ദ ഡിസ്കഷൻ ഓൺ ദ സിലബസ്. നമ്മളൊരു നോവലോ ഒരു ഷോർട്ട് സ്റ്റോറിയോ ഒരു ഡ്രാമയോ വായിക്കുന്നത് പോലെ പോയട്രി യൂഷ്വലി അധികം വായിക്കാറില്ല. അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് അതിന്റെ കോംപ്രിഹെൻഷൻ, അല്ലെങ്കിൽ അത് വായിച്ച് മനസ്സിലാക്കാൻ നമുക്ക് ചില സമയത്ത് നോവലോ ബാക്കിയുള്ളതോ വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നത് പോലെ പറ്റണം എന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. ബട്ട് വൺസ് യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്, ആ ഒരു മീനിങ് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ബാക്കിയുള്ള നോവലും ഷോർട്ട് സ്റ്റോറിയും ഒക്കെ തരുന്നതിനെക്കാട്ടും കൂടുതലായിട്ടുള്ള ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു തിങ്കിങ് നമുക്ക് എന്ത് തരാൻ പറ്റും, ഈ പോയിട്രിക്ക് തരാൻ പറ്റും. പോയിട്രി ആക്ച്വലി ഗ്രീക്ക് വേർഡ് ആയിട്ടുള്ള പൊയിൻ എന്നുള്ളൊരു വാക്ക്, ടു മേക്ക് എന്നുള്ളൊരു വാക്കിന്നാണ് വന്നിട്ടുള്ളത്. ആ ഒരു വാക്കില് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, അവർ സ്റ്റാൻസാസ് ലൈൻസ് ആക്കി മാറ്റാണ് ചെയ്യുന്നത്. തിങ്കിങ്സ്, എക്സ്പ്രഷൻസ്, തോട്ട്സ്, ഇതൊക്കെ അതാണ് ബേസിക്കലി പോയം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. MAG01 ബ്രിട്ടീഷ് പോയട്രി എന്നുള്ളൊരു വർക്കിൽ ബ്രിട്ടനിലെ മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയറ്റ്സും അവരുടെ പോയംസിനെയും അല്ലെങ്കിൽ വർക്ക്സിനെയാണ് നമ്മൾ മെയിൻ ആയിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഈ ഒരു സിലബസിൽ. ഈ ഒരു സിലബസിൽ നിങ്ങൾക്ക് 10 ബ്ലോക്സ് ആണുള്ളത്. ഈ 10 ബ്ലോക്സിലും നിങ്ങൾക്ക് ഓരോ പോയറ്റും അല്ലെങ്കിൽ ഓരോ ഏജും ആ ഏജിൽ കണക്റ്റഡ് ആയിട്ടുള്ള 1-2 പോയറ്റ്സിനെയാണ് പഠിക്കാനുള്ളത്. നിങ്ങൾ ഇപ്പൊ കാണുന്നത് നിങ്ങളുടെ ഫസ്റ്റ് പോയട്രി സെക്ഷനിൽ ആദ്യത്തെ 5 ബ്ലോക്സ് ആണ്. ഓരോ ബ്ലോക്കും നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഓരോ സെക്ഷനിലും ഓരോ റൈറ്ററിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഓരോ ഏജിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ആ ഏജിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ട കുറച്ച് റൈറ്റേഴ്സിനെയും പറഞ്ഞിട്ടുണ്ട്, ആ ഒരു വർക്ക്സിനെയും പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് 5 സെറ്റ് കണ്ടാലും ഏകദേശം ആ ഒരു ഐഡിയ തന്നെയാണ്. ഓരോ ബ്ലോക്കിലും ഓരോ ഏജ് അല്ലെങ്കിൽ ഓരോ സെറ്റ് ഓഫ് ഗ്രൂപ്പ് ഓഫ് റൈറ്റേഴ്സ്, അതാണ് മെയിൻ ആയിട്ടും ഉദ്ദേശിക്കുന്നത്. ഏതൊരു ജോണർ പഠിക്കുമ്പോഴും എവിടെയാണ് ഇത് തുടങ്ങിയത്, അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ ഉദ്ദേശം, അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ ബേസിക്സ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിനാണ് ഈ ഫസ്റ്റ് ബ്ലോക്ക് ആയിട്ടുള്ള ഓറിയന്റേഷൻ ഫോർ ദ സ്റ്റഡി ഓഫ് പോയിട്രി ആൻഡ് ദ മിഡീവിയൽ പോയറ്റ് ചോസർ. നമുക്കറിയാം, നമ്മൾ ലിറ്ററേച്ചർ പഠിക്കുമ്പോൾ ചോസറിനെ വെച്ച് തന്നെ തുടങ്ങണം, ബിക്കോസ് ഹീസ് ദ ഫാദർ ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്നുള്ളത് കൊണ്ട്. സോ ബേസിക്കലി ബിഗിനിങ് ആണ് നമ്മൾ ഈ ഒരു കോൺസെപ്റ്റിൽ, ഈ ഒരു ഫുൾ ബ്ലോക്കിൽ നോക്കുന്നത്. അതിൽ തന്നെ ബിഗിനിങ് പഠിക്കുക എന്ന് പറയുന്നത് ആദ്യം തന്നെ നമ്മൾ അതാണ് ചെയ്യുന്നത്. അപ്പോൾ യൂണിറ്റ് 1 ഫ്രം ദ ഇവാലുവേഷൻ ഓഫ് പോർട്രേറ്റ്സ് ടുവേർഡ്സ് ദ എക്സ്പ്ലിക്കേഷൻ ഓഫ് പോയംസ് എന്നുള്ള വർക്കിൽ ആ ഒരു യൂണിറ്റിൽ നമ്മൾ ഇതിന്റെ ബിഗിനിങ് ആണ് നോക്കാൻ പോകുന്നത്. ദെൻ വിൽ മൂവ് ഓൺ ടു ദ പ്രലൂഡ്, അതായത് പോയട്രിന്റെ സ്റ്റഡി, അതിന്റെ പ്രലൂഡ് എന്നൊരു കോൺസെപ്റ്റ് നോക്കും. ദെൻ വിൽ മൂവ് ഓൺ ടു ദ ഫാദർ ഓഫ് ഇംഗ്ലീഷ് പോയട്രി ജെഫ്രി ചോസർ. ചോസറിന്റെ ഏജ് എങ്ങനെയായിരുന്നു, ആ കാലഘട്ടത്തിൽ എങ്ങനെയാണ് എഴുത്തുണ്ടായത്, അതൊക്കെയാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ദെൻ വിൽ ടോക്ക് അബൌട്ട് ദ ജനറൽ സർവേ, അതായത് ചോസറിന്റെ പോയട്രി, അത് ചോസറിന്റെ ഏജ് മാത്രമല്ല ചോസറിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള പോയട്രി നോക്കും. ദെൻ വിൽ മൂവ് ഓൺ ടു ഹിസ് മോസ്റ്റ് ഫേമസ് വർക്ക് ദ കാന്റർബറി ടെയിൽസ്. കാന്റർബറി ടെയിൽസിന്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള, നമ്മൾ യൂഷ്വലി പ്രൊലോഗ് ആണ് അതിന്റെ പഠിക്കുക. ഏപ്രിൽ ഇസ് ദ സ്വീറ്റസ്റ്റ് ഓഫ് ഓൾ മന്ത്സ് എന്ന് തുടങ്ങുന്ന ആ ഒരു പ്രൊലോഗ് ആണ് നമ്മൾ പഠിക്കുന്നത്. അത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ നോക്കും. ദെൻ വിൽ മൂവ് ഓൺ ടു എ സ്റ്റോറി. അതിൽ പ്രൊലോഗിൽ എപ്പോഴും ഡിസ്കസ് ചെയ്ത് വരുന്ന ഒരു സ്റ്റോറിയാണ് ദ നൺസ് പ്രീസ്റ്റ് ടെയിൽ എന്ന് പറയുന്നത്. അത് അടുത്ത 2 യൂണിറ്റിലായിട്ട് നമ്മൾ ആ ഒരു സ്റ്റഡി ഓഫ് ദ നൺസ് പ്രീസ്റ്റ് ടെയിൽ ആണ് ചെയ്യുന്നത്. ഫാദർ ഓഫ് ഇംഗ്ലീഷ് പോയട്രി ചോസർ ആണെങ്കിൽ പോയറ്റ്സ് എന്നറിയപ്പെടുന്നത് സ്പെൻസർ ആണ്, എഡ്മണ്ട് സ്പെൻസർ. എഡ്മണ്ട് സ്പെൻസറിന്റെ ഫെയറി ക്വീൻ എല്ലാവർക്കും പരിചയമുള്ളൊരു കാര്യം തന്നെയായിരിക്കും. അതുകൊണ്ട് നെക്സ്റ്റ് ബ്ലോക്കിൽ നമ്മൾ എഡ്മണ്ട് സ്പെൻസറിനെ പറ്റിയാണ് പഠിക്കുന്നത്. അദ്ദേഹത്തിന്റെ കാലഘട്ടമായിട്ടുള്ള റെനൈസൻസ്, അതേപോലെ തന്നെ എഡ്മണ്ട് സ്പെൻസറിന്റെ ലൈഫ് ആൻഡ് വർക്ക്സ്. ദെൻ വിൽ മൂവ് ഓൺ ടു ഹിസ് പോയട്രി. അടുത്ത 2 യൂണിറ്റ്സും അദ്ദേഹത്തിന്റെ പോയട്രിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. എഡ്മണ്ട് സ്പെൻസറിന്റെ റിനൈസൻസ് കാലഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ വന്നൊരു കാലഘട്ടമാണ് ദ മെറ്റഫിസിക്കൽ പോയറ്റ്സ് എന്ന് പറയുന്നത്. നമുക്കറിയാം 17th സെഞ്ചുറിയിൽ കൺസീറ്റ്സ് ഉപയോഗിച്ച്, അതായത് ഒട്ടും ബന്ധമില്ലാത്ത കാര്യങ്ങളെ ലവ് ആയിട്ട് കണക്ട് ചെയ്തിട്ട് സംസാരിക്കുന്ന പോയറ്റ്സിനെയാണ് നമ്മൾ മെറ്റാഫിസിക്കൽ പോയറ്റ്സ് എന്ന് പറയുന്നത്. ഡൺ അതൊരു ഫേമസ് മെറ്റാഫിസിക്കൽ പോയറ്റ് ആണെന്ന് നമുക്ക് ഓട്ടോമാറ്റിക്കലി മെറ്റാഫിസിക്കൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഡൺ നമുക്ക് ഓർമ്മ വരും. അപ്പൊ മെറ്റാഫിസിക്കൽ പോയട്രിനെ കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം. സോ ഈ യൂണിറ്റിൽ ദ മെറ്റാഫിസിക്കൽ പോയറ്റ്സ് ഡൺ, ഹെർബർട്ട് എന്നുള്ള ഈ യൂണിറ്റിൽ നമ്മൾ അതാണ് പഠിക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് തന്നെ ഇതിന്റെ ഹിസ്റ്ററി പഠിക്കുക എന്നുള്ളതാണ്. കാരണം എന്താണ് മെറ്റാഫിസിക്കൽ പോയട്രി, അത് എവിടെയാണ് ഒറിജിനേറ്റ് ചെയ്തത്, എന്തുകൊണ്ടാണ് അത് വന്നത്, അതൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് സെക്ഷനിൽ പഠിക്കുന്നത്. അതായത് പ്രീ റെസ്റ്റോറേഷൻ പോയട്രി ആൻഡ് സൊസൈറ്റി എങ്ങനെയായിരുന്നു എന്നുള്ളത്. ദെൻ വിൽ ടോക്ക് അബൌട്ട് ജോൺ ഡൺ. ജോൺ ഡണ്ണിന്റെ പല വർക്ക്സും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പോർട്രേറ്റ് ഓഫ് ദ മാൻ, അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ 4 ലവ് പോയംസ് എങ്ങനെയാണ് എഴുതിയത്, അതിന്റെ തീമാറ്റിക് റെപ്രസെന്റേഷൻസ്, അതൊക്കെ നമ്മൾ നോക്കും. ദെൻ വിൽ മൂവ് ഓൺ ടു നമ്മൾ ലവിനെയും ഫെയ്ത്തിനെയും പറ്റി ജോൺ ഡൺ എഴുതിയ വർക്ക്സ് നോക്കും. ആൻഡ് ദെൻ വിൽ മൂവ് ഓൺ ടു ജോർജ് ഹെർബർട്ട്. ജോർജ് ഹെർബർട്ടിന്റെ പോയംസിനെ പറ്റിയും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ആൻഡ്രൂ മാർവൽ ഓൾസോ ഇസ് എ വെരി ഫേമസ് മെറ്റാഫിസിക്കൽ പോയിന്റ്. അപ്പൊ ആൻഡ്രൂ മാർവലിനെയും നമ്മൾ ലാസ്റ്റ് സെക്ഷനിലേക്ക് നോക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പോയിംസും നമ്മൾ ഡിസ്കസ് ചെയ്യും. പാരഡൈസ്
പാരഡൈസ് ലോസ്റ്റ് എന്നുള്ള വർക്ക് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു വർക്കാണ് അല്ലെ. പാരഡൈസ് ലോസ്റ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്നത് ജോൺ മിൽട്ടനെയാണ്. ജോൺ മിൽട്ടൺ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു റൈറ്റർ ആണ്. അദ്ദേഹത്തിനെ പറ്റി പഠിക്കുക എന്നുള്ളതും ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നെക്സ്റ്റ് ബ്ലോക്കിൽ മിൽട്ടനെ പറ്റിയിട്ടാണ് പഠിക്കാൻ പോകുന്നത്. മിൽട്ടനെ പറ്റി പഠിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കാലഘട്ടം, അദ്ദേഹത്തിന്റെ ലൈഫ്, അതൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ആൻഡ് ദെൻ സം ഓഫ് ഹിസ് മോസ്റ്റ് ഫേമസ് വർക്ക്സ്. സോ ഫസ്റ്റ് തന്നെ നമ്മൾ ദ ലേറ്റ് റിനൈസൻസ് പീരീഡിലും പിന്നീട് നമ്മൾ ആ റൈറ്ററിനെ പറ്റിയും തന്നെ നമ്മൾ കുറച്ചും കൂടി ഡിസ്കസ് ചെയ്യും. അത് കഴിഞ്ഞ് നമ്മൾ അദ്ദേഹത്തിന്റെ അത്രയും ആൾക്കാർ അറിയാത്ത കുറച്ച് പോയംസിന്റെ കുറച്ച് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. ദെൻ വിൽ മൂവ് ഓൺ ടു സം ഓഫ് ഹിസ് മോസ്റ്റ് ഫേമസ് പോയംസ്, അതായത് ഓൺ ദ മോർണിംഗ് ഓഫ് ക്രൈസ്റ്റ് നേറ്റിവിറ്റി, ലിസിഡസ്, എൽ എലേഗ്രോ, ഇൽ പെൻസറോസോ, അതുപോലത്തെ സോണറ്റ്സ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. Then we'll move on to the neoclassical poets. Neoclassical poets 1660 to 1798 ഇടയ്ക്ക് നമ്മൾ റഫ്ലി ആ ഒരു കാലഘട്ടത്തിൽ എഴുതിയിരുന്ന ആൾക്കാരാണ്. ജോൺ ഡ്രൈഡൻ, അലക്സാണ്ടർ പോപ്പ്, ഇവരൊക്കെയാണ് ആ കാലഘട്ടത്തിൽ ഈ നിയോ ക്ലാസിക്കൽ ഏജിനെ അഡ്വക്കേറ്റ് ചെയ്ത ആൾക്കാർ. സോ നിയോ ക്ലാസിക്കൽ ഏജിന് ഡ്രൈഡൻ, പോപ്പ് പോലത്തെ റൈറ്റേഴ്സിനെയാണ് നമ്മൾ ഈ ബ്ലോക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ജോൺ ഡ്രൈഡനെ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ കാലഘട്ടം എങ്ങനെയായിരുന്നു, അദ്ദേഹത്തിന്റെ ജീവിതം എങ്ങനെയായിരുന്നു, ഏജും പഠിക്കും. അതായത് അദ്ദേഹത്തിന്റെ കാലഘട്ടം എങ്ങനെയായിരുന്നു, അദ്ദേഹത്തിന്റെ ലൈഫ് എങ്ങനെയായിരുന്നു എന്നുള്ളത് നമ്മൾ നോക്കും. Then we'll move on to his most famous work, മെക്ഫ്ലെഗ്നോ. അത് കഴിഞ്ഞ് നമ്മൾ അലക്സാണ്ടർ പോപ്പിനെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അലക്സാണ്ടർ പോപ്പിന്റെ എപ്പിസോഡ് ടു ഡോക്ടർ ആബത്നോട്ട് ആണ് നമ്മൾ മെയിൻ ആയിട്ടും നോക്കാൻ പോകുന്നത്. ആൻഡ് വി ഓൾസോ സ്റ്റഡി ദ പോയം. ആ വർക്കിന്റെ ബാക്ക്ഗ്രൗണ്ടും ആ വർക്കും നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കും. നമ്മൾ പോയട്രി എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ഏജ് എന്ന് പറയുന്നത് ദ റൊമാൻറ്റിക്സ് ആണ് അല്ലെ. വേർഡ്സ്വർത്ത്, കോൾറിഡ്ജ് ഒക്കെ പറയുന്ന സമയത്ത് റൊമാൻറ്റിക്സ് ആണ് ഏറ്റവും കൂടുതൽ നമ്മൾ പോയട്രീനെ പറ്റി പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ആൾക്കാർ. ഈ നിയോ ക്ലാസിക്കൽ ആൾക്കാർ, അതായത് നിയോ ക്ലാസിക്സ് എന്താ ചെയ്തിരുന്നത്, ക്ലാസിക്സിനെ അങ്ങനെ ഫോളോ ചെയ്യാണ് ചെയ്തിരുന്നത്. അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് വന്നൊരു മൂവ്മെന്റ് ആണ് റൊമാൻറ്റിസിസം എന്ന് പറയാം. സോ നമ്മൾ ആദ്യം ദ റൊമാൻറ്റിക് പോയറ്റ്സ് ബ്ലേക്ക്, വേർഡ്സ്വർത്ത് ആൻഡ് കോൾറിഡ്ജിനെയാണ് നോക്കാൻ പോകുന്നത്. റൊമാൻറ്റിക് പോയിട്രി എന്താണ് എന്നുള്ളത് ആദ്യം നമ്മൾ അറിയണം അല്ലെ. എന്നാലേ നമുക്ക് മനസ്സിലാവുള്ളൂ ഈ പോയിട്രി എന്തുകൊണ്ടാണ് റൊമാൻറ്റിക് പോയറ്റ്സ് എന്ന് വിളിക്കുന്നത് ഇവരെ, അല്ലെങ്കിൽ ഈ വർക്കിനെ എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്. സോ ഫസ്റ്റ് യൂണിറ്റിൽ തന്നെ നമ്മൾ ആ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് അവിടെ തരുന്നത്. Then we'll move on to വില്യം ബ്ലേക്ക്. വില്യം ബ്ലേക്കിന്റെ ജീവിതകാലം പഠിക്കും, അദ്ദേഹത്തിന്റെ വർക്ക്സ് പഠിക്കും. Then we'll move on to വില്യം ബ്ലേക്കിന്റെ വർക്ക്സ്, ലൈഫ്, അതൊക്കെ നമ്മൾ പഠിക്കും. ഓഫ് കോഴ്സ് വേർഡ്സ്വർത്തിനെ പഠിക്കും. കാരണം വേർഡ്സ്വർത്തിനെ പഠിക്കാതെ ഒരിക്കലും നമുക്ക് റൊമാൻറ്റിക് പോയിട്രിന്ന് മൂവ് ചെയ്യാൻ പറ്റില്ല. വേർഡ്സ്വർത്ത് പ്രൊലൂഡ് ആണ്, അതിൽ ബുക്ക് 1 ആണ് നമ്മൾ മെയിൻ ആയിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ആൻഡ് വിൽ ഓൾസോ സ്റ്റഡി കോൾറിഡ്ജ്. കാരണം വേർഡ്സ്വർത്തിനെ പഠിക്കുമ്പോൾ നമ്മൾ എന്തായാലും കോൾറിഡ്ജിനെ പഠിക്കണം. കോൾറിഡ്ജിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വർക്കാണ് കുബ്ല ഖാൻ, ഡിജക്ഷൻ ഓഫ് എൻ ഓഡ്. ഇത് രണ്ടും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യും. ഫസ്റ്റ് ജനറേഷൻ റൊമാൻറ്റിക്സ് കഴിഞ്ഞപ്പോഴാണ് പിന്നീട് സെക്കൻഡ് ജനറേഷൻ റൊമാൻറ്റിക്സ് വരുന്നത്. സെക്കൻഡ് ജനറേഷൻ റൊമാൻറ്റിക്സിൽ കീറ്റ്സ്, ഷെല്ലി പോലത്തെ റൈറ്റേഴ്സ് ആണുള്ളത്. അവരെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് അടുത്ത ബ്ലോക്ക് നമ്മൾക്ക് ഉണ്ടാവുന്നത്. പി ഷെല്ലിനെ പറ്റിയിട്ട്, അദ്ദേഹത്തിന്റെ ലൈഫിനെ പറ്റി നമ്മൾ പഠിക്കും. അതേപോലെ തന്നെ ദ ട്രയംഫ് ഓഫ് ലൈഫ് എന്നുള്ള വർക്കിനെ നമ്മൾ സ്റ്റഡി ചെയ്യും. Then we'll move on to ജോൺ കീറ്റ്സ്. ജോൺ കീറ്റ്സിന്റെ ഹൈപ്പീരിയോൺ എന്നുള്ള വർക്ക് നമ്മൾ 2 യൂണിറ്റ്സ് ആയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് അവസാനം നമ്മൾ ഈ മൊത്തം ഫസ്റ്റ് ജനറേഷൻ റൊമാൻറ്റിക്സിനെയും സെക്കൻഡ് ജനറേഷൻ റൊമാൻറ്റിക്സിനെയും മിക്സ് ചെയ്ത് ഒരു മൊത്തത്തിലുള്ള ഒരു ഓവർവ്യൂ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ പഠിക്കും. ഈ ഒരു കാലഘട്ടം കഴിഞ്ഞിട്ട് പിന്നീട് വരുന്നത് വിക്ടോറിയൻ റൈറ്റേഴ്സിലേക്കാണ്. വിക്ടോറിയൻ റൈറ്റേഴ്സിൽ റൊമാൻസ്, ലവ്, ലോസ് ഓഫ് ഇന്നസെൻസ്, ആ ഒരു കോൺസെപ്റ്റ് ഒക്കെയാണ് മെയിൻ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. സോ ഈ സെക്ഷനിൽ നമ്മൾ ബ്രൗണിംഗ്, ഡാന്റേ ഗബ്രിയൽ, ക്രിസ്റ്റീന റോസെറ്റി, അവരുടെ ഒരുമിച്ചുള്ള വർക്ക്സ്, ഓസ്കർ വൈൽഡ്, ഇങ്ങനത്തെ ആൾക്കാരൊക്കെയാണ് നോക്കുന്നത്. സോ ദ ഫസ്റ്റ് സെക്ഷൻ ആ നോളജ് ഓഫ് ദ ഏജ് എന്നുള്ളതാണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത് അല്ലെ. ആ കാലഘട്ടം എങ്ങനെയാണ്, എന്താണെന്നുള്ളത്. അപ്പോൾ വിക്ടോറിയൻ സൊസൈറ്റിനെ പറ്റി നമ്മൾ പഠിക്കും. ദെൻ വിൽ മൂവ് ഓൺ ടു റോബർട്ട് ബ്രൗണിംഗ് ലൈഫ്, അദ്ദേഹം എന്തുകൊണ്ട് വർക്ക്സ് ഒക്കെ എഴുതി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കും. അദ്ദേഹത്തിന്റെ 2 ഏർലി പോയംസ് നോക്കും. ആൻഡ് ദെൻ മെൻ ആൻഡ് വുമൺ എന്നുള്ള കളക്ഷനിലുള്ള 2 പോയംസും നോക്കും. Then we'll move on to ഡാന്റേ ഗബ്രിയൽ, റോസെറ്റി ആൻഡ് ക്രിസ്റ്റീന റോസെറ്റി, അവരുടെ വർക്ക്സ് നമ്മൾ നോക്കും. അതിൽ മെയിൻ ആയിട്ട് പ്രീ റാഫ്ലൈറ്റ് ബ്രദർഹുഡിന്റെ അണ്ടറിൽ എഴുതിയ വർക്ക്സ് ഒക്കെയാണ് നമ്മൾ നോക്കുന്നത്. Then we'll talk about ഓസ്കർ വൈൽഡിന്റെ ദ ബാലഡ് ഓഫ് റീഡിംഗ് കോഡ് എന്നുള്ള വർക്ക് നമ്മൾ നോക്കും. Then we'll move on to 1890s 1950s, ആ കാലഘട്ടത്തിലുള്ള മോഡേണിസ്റ്റ് വർക്ക്. മോഡേണിസം എന്ന് പറയുന്നത് നമുക്ക് കുറച്ചും കൂടി പരിചയമുള്ള ഒരു കോൺസെപ്റ്റ് ആണ് അല്ലെ. അപ്പൊ ആ ഒരു ലിറ്ററേച്ചറിനെ പറ്റിയാണ് നമ്മൾ നോക്കുന്നത്. അതിൽ മെയിൻ ആയിട്ടും അതിന്റെ ഏജിനെ പറ്റിയാണ് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ മോഡേൺ ബ്രിട്ടീഷ് പോയിട്രി എന്താണ് എന്നുള്ളത് നമ്മൾ നോക്കും. Then we'll move on to the most famous writer of modernist poetry, W.B. Yeats. ഈറ്റ്സിന്റെ കുറെ വർക്ക്സ് നമ്മൾ നോക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട്, പോയറ്റിക് കരിയർ, അതേപോലെ തന്നെ ഈസ്റ്റർ പോയട്രി നോക്കുന്നുണ്ട്. ദെൻ വിൽ മൂവ് ഓൺ ടു ദ വേസ്റ്റ്ലാൻഡ് നമ്മൾ ഓൾമോസ്റ്റ് 3 യൂണിറ്റ്സ് ഡിസ്കസ് ചെയ്യുന്നുണ്ട് വേസ്റ്റ്ലാൻഡിൽ, കാരണം അത്രയധികം ഉണ്ട് എന്നുള്ളത് കൊണ്ട്.
അവസാനം നമ്മൾ ആ ലാസ്റ്റ് സെക്ഷനിലേക്ക് മൂവ് ചെയ്യാണ്. ലാസ്റ്റ് സെക്ഷനിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള പോസ്റ്റ് മോഡേൺ റൈറ്റേഴ്സിനെയാണ് നമ്മൾ മെയിൻ ആയിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതിൽ ആദ്യം വരുന്നത് ഡിലൻ തോമസ് ആണ്. ഡിലൻ തോമസിന്റെ ലൈഫ്, വർക്ക്സ് ഇതൊക്കെ നമ്മൾ നോക്കും. ദെൻ വിൽ ടോക്ക് അബൌട്ട് ഫിലിപ്പ് ലാർക്കിൻ. ഫിലിപ്പ് ലാർക്കിന്റെ മൂവ്മെന്റ് പോയിട്രീനെ ബേസ് ചെയ്തിട്ടുള്ള പോയിട്രീസ്, ലൈഫ് സിറ്റുവേഷൻസ് അതൊക്കെ നമ്മൾ നോക്കും. ആൻഡ് ദെൻ വിൽ ടോക്ക് അബൌട്ട് സിൽവിയ പ്ലാത്ത്. സിൽവിയ പ്ലാത്ത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു റൈറ്ററാണ്, കുറച്ചുകൂടി ഫേമസ് ആയിട്ടുള്ള ഒരു റൈറ്ററാണ് അല്ലെ. സിൽവിയ പ്ലാത്തിന്റെ കൺഫെഷണൽ പോയിട്രീസ്, അതിന്റെ അണ്ടറിൽ വരുന്ന പോയംസ് ഏതൊക്കെയാണ് അതൊക്കെ നമ്മൾ നോക്കും. ഇതൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾ ഈ മൊത്തം സെക്ഷനും കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോയിട്രി എന്ന ഈ മൊത്തം കോഴ്സിനെയും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 യൂണിറ്റ്സ് അവസാനം തന്നിട്ടുണ്ട്. അതിലൊന്നാണ് എന്താണ് പോയിട്രി എന്നുള്ളത് ഒരു കോൺസെപ്റ്റ് നമുക്ക് കുറച്ചും കൂടി, അപ്പൊ ഇത്രയും പോയിംസ് പഠിച്ചു കഴിയുമ്പോൾ പോയിട്രിയുടെ കുറച്ചും കൂടി ഓവർവ്യൂ നമുക്ക് ഉണ്ടാവും. അപ്പൊ ഈ യൂണിറ്റ് നിങ്ങൾക്ക് അതിനെ കുറച്ചും കൂടി ഒരു ബേസ് തരാൻ ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ എസ്സേസ് ആൻഡ് ഇവാലുവേഷൻസ്, നിങ്ങൾക്ക് എങ്ങനെ എസ്സേ എഴുതാം, അത് എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരും. സോ ഐ ഹോപ്പ് ഈ പറഞ്ഞ പോയിട്രീന്റെ സെക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലായി എന്നുള്ളത്, സിലബസ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുള്ളത്. അത് മാത്രമല്ല, നിങ്ങൾ ഈ സിലബസ് കേൾക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ കുറച്ചും കൂടി എൻജോയ് ചെയ്യുമായിരിക്കും ഈ കോഴ്സ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ ഐ ഹോപ്പ് നമുക്ക് ഈ ഒരു കോഴ്സ് നല്ല വൃത്തിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റട്ടെ എന്നുള്ളത് ഞാൻ വിചാരിക്കുകയാണ്. സോ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഫസ്റ്റ് പോയം വെച്ചിട്ട് പരിചയപ്പെടാം. സോ ഐ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.